എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ് ടാലിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈ വീഡിയോ എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് മൊത്തം കാണണം. ഇന്നത്തെ സാഹചര്യങ്ങളെ ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം, അവരും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഇന്ന് ഏതാണ്ട് 13 ദിവസം വരെയാകുന്നു ഒരു യുദ്ധം ആരംഭിച്ചിട്ട്. എന്നാൽ ഇതുവരെയായി സമാധാന ശ്രമങ്ങൾ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. ആകെ സംഭവിച്ചതൊന്നും മാത്രം നമുക്കറിയാം. ഇന്ന് നാട്ടിലും മിഡിൽ ഈസ്റ്റ് മേഖലകളിലും ജനം പരിഭ്രാന്തിയിലാണ്. അതിൻ്റെ പ്രധാന കാരണം ഏതാണ്ട് 1 കോടിയിലധികം ആൾക്കാരാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തു വരുന്നത്, ഇന്ത്യൻസ്. അവർ ഭീതിയിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് അവിടെ ഉള്ളവരും നാട്ടിലുള്ളവർക്കും സംഭവിച്ചത് പലതും പൂർവികർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയെടുത്ത സ്വത്തുക്കൾ മക്കൾക്കും പേരക്കിടാങ്ങൾക്കും നീക്കിവെച്ചതിന് ശേഷമാണ് അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അവരെക്കുറിച്ച് ഓർക്കാതെയും അവരുടെ ദുഃഖങ്ങളെയും അവരുടെ പ്രയാസങ്ങളെയും വിസ്മരിച്ചതിന് ശേഷം സ്വന്തം താല്പര്യങ്ങൾക്കായി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വിറ്റ് 1 ഇഞ്ച് ഭൂമി പോലും ബാക്കി വയ്ക്കാതെ നഗരങ്ങളിൽ ചേക്കേറിയ ചിലവരുണ്ട്. അതുപോലെ തന്നെ ഒരു ചിലർ ദുബൈയിലും ചേക്കേറിയവരുണ്ട്. അതെല്ലാം നാട്ടിലെ സ്വത്തുക്കൾ വിറ്റ് കണ്ട വിലയ്ക്ക് കൊടുത്ത് വാരിക്കും അവർ മറ്റെവിടെയൊക്കെ ഫ്ലാറ്റ് സ്വന്തമാക്കി അവിടെ താമസിക്കുന്നു. ഇവർ സ്വന്തം നാട് ഏതെന്ന് ചോദിച്ചാൽ വരും അവർക്ക് സ്വന്തം നാടിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പക്ഷേ മലയോരങ്ങളിലോ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലോ താമസിക്കുന്നവർക്ക് അത് അവരുടെ ഒരു സ്റ്റാറ്റസിന് പറ്റിയില്ല. അതുകൊണ്ട് അവർ പറയും, ഞങ്ങൾ ആ താമസിച്ചില്ല, ട്രിവാൻഡ്രമെന്നോ ബാംബെയെന്നോ ബാംഗ്ലൂരെന്നോ ഡൽഹിയെന്നോ ഒക്കെ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു, എറണാകുളം കോഴിക്കോട് ഇങ്ങനെ. പക്ഷേ വന്നത് ഒരു കർഷക മേഖലകളിൽ നിന്നായിരിക്കും. അവർക്ക് അതൊരു ഷെയിമാണ്. കാരണം അവരുടെ പേരൻസ് അവരെ നന്നായി വരാൻ വേണ്ടി അവരുടെ വിദൂര സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന് അയച്ച് അവിടെ പോയി കഴിഞ്ഞ് അതിൽ ഒട്ടുമിക്കാറും അവിടെയുള്ള മദാമ്മമാരുമായി കമ്പനി അടിച്ച് അവരവിടെ അങ്ങോട്ട് സെറ്റിലാകുന്നു. എന്നിട്ട് അവസാനം പ്രായമായ തന്തയും തള്ളയുടെ മരണത്തെ കാത്തിരിക്കുന്നു. ഇത് ഞാൻ ആരെയും വിമർശിക്കുകയല്ല, ഇത് നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ്, അനുഭവമാണ്. ഞാൻ അറിയുന്ന പലരും ഇങ്ങനെ അവരുടെ സ്വത്തുക്കൾക്ക് വിറ്റ് നാട്ടിൽ പോയവരുണ്ട്, പല ഭാഗത്തിലും കുടിയേറി താമസിക്കുന്നവരുണ്ട്. ഇനി ഇതിൽ ഇന്നലകളെയും പൂർവികരെയും ഒക്കെ ഓർക്കുന്നവർ അവർ കുറച്ചൊരു കഷണം ഭൂമി ബാക്കി വച്ചിട്ടുണ്ട്. അവർ ജനിച്ചു വളർന്ന ആ കിടപ്പാടവും അവർ അവിടെ സൂക്ഷിക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ അവരും അവരുടെ കുഞ്ഞുങ്ങളുമൊക്കെ അവർ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് യാത്ര ചെയ്യും, കുറച്ച് സമയം അവിടെ ചിലവഴിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ റൈറ്റ് പീപ്പിൾ. അവർ അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലാതില്ല, ഉണ്ട്, പക്ഷേ എണ്ണത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ പാചക ഗ്യാസ് തീരെ കിട്ടാൻ വയ്യാത്തൊരു സാഹചര്യം. പക്ഷേ രാഷ്ട്രീയക്കാർ അവരുടെ നേട്ടത്തിന് ഇവിടെ കുഴപ്പമില്ല, പൂത്തിവയ്ക്കുകാരെ പിടിക്കുന്നുണ്ട്, ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരെ, ഇതൊക്കെ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അവർക്ക് നടത്തും. എത്ര തവണ വരെ ആയിരിക്കും ഈ പടക്കപ്പലുകളുടെ സംവിധാനത്തിൽ ടാങ്കർ ലോറികൾ എവിടെ കിടന്നൊക്കെ ഗ്യാസ് ചെയ്യുക? ഇല്ല, എപ്പോഴും നടക്കില്ല. ഇതെല്ലാം പ്രായോഗികം അല്ല. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തീരും. യുദ്ധം തീർന്നില്ലെങ്കിൽ നമ്മൾ വല്ലാത്തൊരു കെണിയിൽപ്പെടുകയാണ്. ആഹാരമില്ലാതെ വല്ല. ഇപ്പോൾ തന്നെ ജോലി സാധ്യതകൾ ഒത്തിരി കുറഞ്ഞ് ഹോട്ടലുകൾ പലതും അടച്ചു കഴിഞ്ഞു. ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്ന അവരുടെ വർക്കില്ലാതെ, കാരണം പാചകം ചെയ്യാൻ നിവൃത്തിയില്ല, എല്ലാം ലിമിറ്റഡായി. ഗ്യാസ് സിലിണ്ടർക്ക് എന്ന് അത്ര കണ്ടില്ല. ഇനി ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. അവർ എന്തെങ്കിലും ഇലക്ട്രിക് സ്റ്റൗവിൻ്റെ സഹായത്തോടെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പാചകം ചെയ്യുമായിരിക്കാം.
പക്ഷെ ഒരു രീതിയിലും അവർക്ക് നാട്ടിലുള്ള നാടൻ അടുപ്പ് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ കൂട്ടി 3 കല്ലും വെച്ച് വിറക് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പുക വന്നാൽ ഫയർഫോഴ്സുകാർ വന്ന് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. കാരണം അത് സേഫ്റ്റിയല്ല. ഇനി അതിലും വേറൊരു കാര്യം, 25 രൂപ കിലോയ്ക്ക് വിലയുണ്ടായിരുന്ന ഫയർവുഡ്, അതായത് വിറക്, ഇപ്പോൾ 45 രൂപയിൽ എത്തി നിൽക്കുന്നു. ഇതെല്ലാം നമ്മൾ അറിയേണ്ടതാണ്. കേവലം 13 ദിവസം മാത്രമുള്ള ഒരു യുദ്ധത്തിൽ നാം അനുഭവിക്കുന്ന കെടുതികൾ ഇത് നീണ്ടുപോയാൽ ഇതെവിടെ വരയ്ക്കും പോയി നിൽക്കും? ഒന്ന് ചിന്തിക്കുക. ദുബായിൽ പോയി അവിടെ ജോലി എടുത്തു കഴിഞ്ഞാൽ ആ ജോലിയുടെ ആഡംബരത്തിൽ അവരുടെ ശമ്പളത്തിലും ഒക്കെ പറഞ്ഞ് നാട്ടിലുള്ള വിറ്റവർക്ക് അവിടെ ഫ്ലാറ്റ് സ്വന്തമാക്കിയവരും ഇല്ലാതില്ല, അവരും ബുദ്ധിമുട്ടിലാണ്. ഇതേ നാളൊരു യുദ്ധമുണ്ടാകും എന്നൊന്നും കരുതിയില്ല. ഇത് ഈശ്വരൻ തന്നൊരു പണിയാണ്, ഒരു ടെസ്റ്റ് ഡോസാണ്. ഇനിയെങ്കിലും നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും പൂർവികരെ നാം വിസ്മരിക്കുന്നു, നമ്മുടെ പ്രകൃതിയെ നമ്മൾ വിസ്മരിക്കുന്നു. നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്ന് ഭവിക്കും, അതിന് യാതൊരു ഇതുമില്ല. ഇത് ആരുടെയും തെറ്റല്ല. അത് ഈ ഭ്രാന്തന്മാരെ, ഈ ഭ്രാന്തവേഷം കിട്ടുന്ന ട്രംപ്, നെതന്യാഹു, ഇവരൊക്കെ ഉള്ള അവരുടെ അങ്ങ് ദൈവം വിട്ടേക്കാണ്. എനിക്ക് തോന്നിയതങ്ങ് ചെയ്തേക്കാം. കാരണം ഇതൊരു മനുഷ്യനും പഠിക്കണം. ഇത് ഇവരൊക്കെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അവരവരുടെ ഹുങ്കും കൊണ്ട് അവർ ജയിക്കണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവരങ്ങനെ ഓരോന്നും അവർ ചെയ്യുന്നു. സോ നമുക്ക് പറയേണ്ടത്, ഇനിയെങ്കിലും നാം ദൈവം കാണിച്ചിരുന്ന ഓരോ അടയാളങ്ങളെയും നാം മനസ്സിലാക്കണം. ഇനിയെങ്കിലും നാം നമ്മുടെ ഇന്നലെക്കുറിച്ച് ഓർക്കണം. സുരക്ഷിതമായ ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. ഇവിടെ അഹങ്കാരികൾ, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സംഭവിക്കാം. പൈസ ഉണ്ടെങ്കിൽ ഏത് വർണ്ണ പേപ്പറിൽ വന്ന് ഏത് ജങ്ക് ഫുഡും വാങ്ങിക്കഴിച്ച് അതിന് അസുഖം വന്നാൽ പഞ്ചനസ്ത്ര ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ വാരി എറിയുന്ന ആൾക്കാരായിട്ട് അധികം പേരും മാറിയിട്ടുണ്ട്. നമ്മളത് പാവപ്പെട്ടവന് അവൻ്റെ മരുന്ന് വാങ്ങാൻ പറ്റില്ല. ഏത് പാവപ്പെട്ടവൻ്റെ ചെറിയ ഹോസ്പിറ്റലൊക്കെ അടച്ച് പൂട്ടൽ വെക്കലാണ്. അതെല്ലാം വലിയ വലിയ ആഡംബര രീതിയിലുള്ള ഹോസ്പിറ്റലിലേക്കാണ് ആൾക്കാർ ചേക്കേറുന്നത്. സോ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം അഹങ്കാരമാണ്. മൊത്തം അഹങ്കരിക്കുകയാണ്. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ എന്തും കാണും. ഈ രാഷ്ട്രീയക്കാർ കളിക്കുന്നുണ്ടല്ലോ, അവർ പല രീതിയിലും പലതും ആക്കും. ആരെയും കൊല്ലും, അവരെയും വശീകരിക്കും, എന്ത് തരികിടിയും അവർ കാണിക്കും. നമുക്കിതിനെ കാണാൻ പറ്റും. ഓരോരുത്തരെ കാട്ടിക്കൂട്ടുന്ന ഇപ്പോൾ ഈ പത്രം എടുക്കുമ്പോൾ ഫുൾ പേജിൽ പരസ്യങ്ങളോട് മനുഷ്യനെ വശീകരിക്കാനും മനുഷ്യനെ തകർക്കാനും വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ. ഇവിടെ ആരും ഒന്നും കൊണ്ടുവന്നതല്ല, ഇതെല്ലാം പ്രകൃതിയിൽ നിന്നും കിട്ടിയതാണ്. ഇത് നമുക്ക് അനുഭവിക്കേണ്ടതാണ്. അത് മറ്റുള്ളവർ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളോട് ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ നാട്ടിലുള്ള എല്ലാം വിറ്റ് തുറയ്ക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും പിറന്ന ഒരു ചെറിയ വീടെങ്കിലും അവിടെ ശേഷിപ്പുണ്ടാകണം. അവിടെ ഒരു കിണറും കാണും. നാളെ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഹാരം കഴിക്കണം. ഒരു പക്ഷേ നാട്ടിൽ പോയി കുറച്ച് നാളെങ്കിലും നിൽക്കണമെങ്കിൽ അവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ ആരെങ്കിലും കരുതി വിട്ടാൽ പഴയ അമ്മിക്കല്ലും അരകല്ലും ഉരുളും ഒരു കൊച്ചു കിണറും ഉണ്ടെങ്കിൽ, കുറച്ച് എന്തെങ്കിലും വൃക്ഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള ചെറിയൊരു സംവിധാനം ആ തറവാടിലുണ്ടാകും. അതെപ്പോഴും കാത്തു സൂക്ഷിക്കുക. നമുക്കെപ്പോഴും ഈ കാണുന്ന സൗകര്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വളർന്നു വന്നതിനെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ച്, നിങ്ങളുടെ പേരൻസിനെക്കുറിച്ച്, നിങ്ങളുടെ പൂർവികരെക്കുറിച്ച് മക്കളിലും ഒന്ന് ബോധവൽക്കരിപ്പിക്കുക. അതല്ലാതെ മക്കളെ പേർഷ്യയിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ വിട്ട് അവരവിടെ സെറ്റിലെ വല്ലപ്പോഴും കൂടെ ഒരു ഫ്ലാഷ് വിസിറ്റ് നടത്തി തന്തയും തള്ളയും കൊണ്ട് അവർക്ക് നോക്കാൻ വയ്യാതെ ഏതെങ്കിലും വൃദ്ധസ്ഥലത്ത് തള്ളിക്കൊണ്ട് പോണ അത്ര വൃത്തികെട്ട സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി, ഇതിനെ ഒരു ബോധോദയം ഉണ്ടാക്കാൻ വേണ്ടി ഈശ്വരൻ സാക്ഷാൽ തുടങ്ങി വെച്ച യുദ്ധമാണ്. നാം മനസ്സിലാക്കുക. ഇനിയെങ്കിലും നാം ഇന്നലെക്കുറിച്ച് വിസ്മരിക്കപ്പെടരുത്. നമുക്ക് എന്ത് തന്നെ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനമില്ലെന്ന കൂടെ ഒന്നും നേടാൻ പറ്റിയില്ല. ഈ ഇന്ത്യൻ നേവിയുടെ മൊത്തം കപ്പലുകളും എല്ലാം കൊണ്ട് നിർത്തിയിട്ട് ഈ LPG ഗ്യാസ് ഇങ്ങനെ നിരനിരയായിട്ട് ഹോർമൂസ് കടലിലൂടെ കൊണ്ടുപോകുമെന്ന് വിചാരിക്കരുത്, തെറ്റാണ്. ഒക്കെ താൽക്കാലികം, ഇതെല്ലാം താൽക്കാലികം. ഇത് ആര് വിചാരിച്ചാൽ നടക്കില്ല. എല്ലാം നോർമലായിരിക്കണം. സമാധാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റൂ. സോ സുഹൃത്തുക്കളോട് ഒന്ന് പറയുന്നു, എല്ലാവരോടും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നു,
ഒരിക്കലും പിറന്ന സ്ഥലം ഉപേക്ഷിക്കരുത്. നമ്മൾ വളർന്നു വന്ന ആ തറവാടുകളുടെ ഓർമ്മകളും നമ്മൾ ഉണ്ടാക്കണം. അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്നിച്ച് വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു 10 ദിവസമെങ്കിലും അവിടെ പോയി തറവാട്ടിലെത്തുക. അവിടെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാനുള്ളൊരു ഒരു 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 സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ഗ്യാസില്ലെങ്കിലും ജീവിക്കാൻ പറ്റും. വിറക് എങ്ങനെയാണെന്ന് ഉപയോഗിക്കുന്നത്, അടുപ്പ് എങ്ങനെയാണ് കൂട്ടുന്നത്, എങ്ങനെയാണ് ഈ അമ്മിക്കല്ല് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അതിശയോക്തിയായിരിക്കാം. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഈ ആഡംബര ജീവിതത്തിൽ മാത്രം ഉറച്ചു നിൽക്കരുത്. നാളെ നിങ്ങൾക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. പോയ കാലങ്ങളിൽ 10ഉം 15 ഞാനടക്കം 15ഉം 20ഉം കിലോമീറ്റർ നടന്നു പോയി വന്ന് പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്കത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അതിന് അത്ഭുതം പോലെ തോന്നിയാണ്. ഇത് നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ നാട്ടിൽ നിന്നും സിറ്റിയിലേക്ക് കടന്നു വന്നവരും ഇവിടേക്ക് താമസിക്കുന്നവരും ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടേതേ ഒരു നാടുണ്ട്, നമ്മുടെ പൂർവികർ അന്തിയുറങ്ങുന്ന സ്ഥലമുണ്ട്. അവിടെയുള്ള മാവും പുളിമരവും ഒക്കെ വെട്ടി നമുക്ക് ചിതയൊരുക്കിയ ഒരു സംവിധാനമുണ്ട്. ഇന്ന് ഗ്യാസ് ചേമ്പറുണ്ട്, ഇലക്ട്രിക് ചേമ്പറുണ്ട്, സംസ്കരിക്കുക. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടം കഴിഞ്ഞാണ് നാം ഇവിടേക്ക് എത്തിയത്. അത് പൂർവികരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഇവിടെ ജീവിക്കുന്നത്. അത് തകർക്കപ്പെടരുത്. എന്ന് അവരെ വിസ്മരിക്കപ്പെടുന്നു, ഭൂമി നമ്മളെ വിസ്മരിക്കപ്പെടും. ഈ സംവിധാനം ഒന്ന് മാറിക്കിട്ടണം. യുദ്ധം തീരണം. നമുക്കെല്ലാം സമാധാനമാണ് ആവശ്യം. ഇനി ഇത് മാറിക്കിട്ടിയാൽ ദൈവത്തെ ചിന്തിക്കുക, ദൈവത്തെക്കുറിച്ച് ഓർക്കുക, അതിൻ്റെ വചനങ്ങൾ ഓർക്കുക. എല്ലാവരും ഒന്നുപോലെ കാണിക്കുക. അല്ലാതെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും തമ്മിൽ തല്ലുന്ന സംവിധാനങ്ങൾ നിർത്തുക. അങ്ങനെ വരുന്നവരെ മാറ്റി നിർത്തുക. നമുക്ക് സ്വസ്ഥത വേണം, സമാധാനം വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിലും ഒന്ന് എത്തിക്കുക. എല്ലാവരും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. സ്വന്തം വീടുകളും കിടപ്പാടം വിറ്റ് മറ്റൊരുത്തരത്ത് ചേക്കേറുമ്പോൾ ഒന്ന് വിചാരിക്കുക, അതെല്ലാം നമ്മൾ വിറ്റ് തെറിക്കുക. എന്തെങ്കിലും 1 ഇഞ്ച് ഭൂമിയെങ്കിലും ഒന്ന് ബാക്കി വെച്ചേക്കുക. ഒരു കുഞ്ഞു വീടെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാക്കി. അത് നമ്മുടെ അവസാന സമയത്ത് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ആശ്രയം കിട്ടുന്ന ഒരു സ്ഥലം അതായിരിക്കും. ഓക്കെ, കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.